യെസ്, കടത്തനാട് ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപ തുക തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് ജീവനൊടുക്കിയ തിരുവള്ളൂർ സ്വദേശി ഇബ്രാഹിംകുട്ടിയുടെ ശബ്ദ സന്ദേശങ്ങൾ ശാസ്ത്രീയമായി പരിശോധിക്കാൻ അന്വേഷണ സംഘം. പെട്രോൾ ഒഴിച്ച് ദേഹത്ത് തീ കൊളുത്തുന്നതിന് തൊട്ടു മുൻപ് തന്നെ സാമ്പത്തികമായി വഞ്ചിച്ചവരുടെ പേരടക്കം വെളിപ്പെടുത്തി ഇബ്രാഹിംകുട്ടി ശബ്ദ സന്ദേശം അയച്ചത് BJP നേതാവ് പ്രഫുൽ കൃഷ്ണനാണ്. ഇതിന്റെ ആധികാരികതയടക്കം ഉറപ്പാക്കാൻ ഇബ്രാഹിംകുട്ടിയുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോൺ ജില്ലാ ക്രൈംബ്രാഞ്ച് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സലാം, ഈ ഒരു നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇബ്രാഹിംകുട്ടിയുടെ മരണത്തിന് പിന്നിലെ കാരണങ്ങൾ. അപ്പോൾ അദ്ദേഹം വന്ന് പ്രഫുൽ കൃഷ്ണൻ അയച്ച ശബ്ദ സന്ദേശമടക്കം അത് എത്രത്തോളം ആധികാരികമാണ് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ. അതിനുള്ള പരിശോധന നടപടികളിലേക്കാണോ നീങ്ങുന്നത്? അതേ ജിൽസി, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു തെളിവ് തന്നെയാണ് ഈ ശബ്ദ സന്ദേശം. ഈ ശബ്ദ സന്ദേശത്തിൽ ആരൊക്കെയാണ് തന്നെ വഞ്ചിച്ചതെന്ന കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായ വിവരങ്ങൾ പറയുന്നുണ്ട്. ഇത് BJP നേതാവ് പ്രഫുൽ കൃഷ്ണനാണ് അയച്ചിട്ടുള്ളത്. ഇതിന്റെ ആധികാരിക പരിശോധിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച ശേഷം ഈ ഫോൺ സന്ദേശം ഇബ്രാഹിംകുട്ടി തന്നെയാണോ അയച്ചതെന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം നടത്തിയ ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം പോകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇബ്രാഹിംകുട്ടി താമസിച്ചിരുന്ന കോട്ടേഴ്സിനകത്ത് വെച്ചാണ് ഈ ഫോണും അതോടൊപ്പം തന്നെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകളും അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. ആ രേഖകളുടെ ആധികാരികത കൂടി പരിശോധിക്കുന്നുണ്ട് പോലീസ്. അതുകൂടി ആ പരിശോധന കൂടി പൂർത്തിയായ ശേഷമായിരിക്കും മറ്റു ഘട്ടത്തിലേക്ക്, അതായത് അറസ്റ്റ് അടക്കമുള്ള മറ്റു നടപടിയിലേക്ക് പോവുക. ഇബ്രാഹിംകുട്ടി ഇബ്രാഹിംകുട്ടി ജീവനൊടുക്കിയ കോൺഗ്രസ് നേതാവ് TV സുധീറിന്റെ വീടടക്കം പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. അതിനു മുമ്പായിട്ടാണ് ഇപ്പോൾ ഇബ്രാഹിംകുട്ടിയുടെ ശബ്ദ സന്ദേശവും അതോടൊപ്പം തന്നെ ഈ കോട്ടേഴ്സിൽ നിന്ന് ലഭിച്ച നിക്ഷേപ രേഖകളും പരിശോധിക്കുകയും അതോടൊപ്പം അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഫോറൻസിക് പരിശോധനയ്ക്ക് അല്ലെങ്കിൽ അതടക്കമുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ ഒരുങ്ങുന്നത്. ഏതായാലും ഇബ്രാഹിംകുട്ടിയുടെ ഫോണ് ഫോറൻസിക് പരിശോധനയ്ക്കായി ജില്ലാ ക്രൈംബ്രാഞ്ച് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിക്ഷേപ രേഖകളും ഈ കണ്ടെടുത്ത നിക്ഷേപ രേഖകളുടെ ആധികാരികതയും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ജിൽസി, ശരി, സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇബ്രാഹിംകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കേണ്ട ചില വിഷയങ്ങളെന്ന് പറയുന്നത്, ഇബ്രാഹിംകുട്ടി മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വലിയ തുക അവിടെ നിക്ഷേപമായി ഉണ്ട്. പക്ഷെ അതുപോലും കിട്ടാതെ, കാരണം ജീവിതത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും ലഭിക്കാതെയാണ് അദ്ദേഹത്തിന് ജീവൻ ഒടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പണം എവിടെ നിക്ഷേപിക്കണം, എവിടെ കൊണ്ട് വെക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ ആവശ്യമാണെന്നുള്ള കാര്യം കൂടിയാണ് ഈ സംഭവമൊക്കെ തെളിയിക്കുന്നത്.